Welcome to Bosco Campus Vision. I am Mumtaz, Assistant Professor in Hindi, Don Bosco College, Kottayam. Dear students, നമുക്ക് 2 മൊഡ്യൂളിലായിട്ട് പഠിക്കാനുള്ളത് 6 ഷോർട്ട് സ്റ്റോറീസും ഒരു നോവലുമാണ്. ഇതിലെ ആദ്യത്തെ ഷോർട്ട് സ്റ്റോറി പ്രേംചന്ദ് എഴുതിയ സദ്ഗതി ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 4 പാർട്ടായിട്ടാണ്. അതായത് ആദ്യത്തെ പാർട്ട് 1 വേർഡാണ്. 10 1 വേർഡ്സ് ആണ് നമുക്ക് ചോദിക്കുന്നത്. 10 1 വേർഡ്സ് 1 മാർക്കിൻ്റെത്. 10 into 1 10. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ 1 വേർഡാണ്. രണ്ടാമത്തേത് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്കിനുള്ള 12 ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അതിനകത്തുനിന്ന് നമ്മൾ 8 എണ്ണത്തിന് ആൻസർ ചെയ്യണം. ശ്രദ്ധിക്കുക, 12 ക്വസ്റ്റ്യൻസ് കാണും. അതിൽ നമുക്കിഷ്ടമുള്ള 8 എണ്ണത്തിന് ആൻസർ ചെയ്യുക, 2 മാർക്കിൻ്റെത്. അടുത്ത പാർട്ട് സിയിലാണെങ്കിൽ 9 ക്വസ്റ്റ്യൻസ് കാണും. ഈ 9 ക്വസ്റ്റ്യൻസിൽ നമുക്കറിയാവുന്ന 6 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, അത് 4 മാർക്കാണ്. അവസാനത്തെ പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് ഡി എന്ന് പറയുന്നത് 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, അത് 15 മാർക്കാണ്. ഫസ്റ്റ് പാർട്ട് 1 മാർക്കിനുള്ള 10 ക്വസ്റ്റ്യൻ, സെക്കൻഡ് പാർട്ട് 2 മാർക്കിനുള്ള 8 ക്വസ്റ്റ്യൻസ്, തേർഡ് പാർട്ട് 4 മാർക്കിനുള്ള 6 ക്വസ്റ്റ്യൻസ്, ഫോർത്ത് പാർട്ട് 15 മാർക്കിനുള്ള 2 ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പഠിക്കുന്ന ഈ ഓരോ ഷോർട്ട് സ്റ്റോറി അല്ലെങ്കിൽ നോവൽ, ഇതിനോടൊപ്പം ഉള്ള പ്രാധാന്യം അതിൻ്റെ ലേഖകനും അതിൻ്റെ ഓഥറിനും അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട്. ആ ഓഥറിൻ്റെ ഏത് കൃതിക്കാണ് ജ്ഞാൻപീഠ പുരസ്കാരം കിട്ടിയത്, ഏത് കൃതിക്കാണ് സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയത്, അതുപോലെ തന്നെ ആ ഓഥറിൻ്റെ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യനിൽ ചോദിക്കും ആ ഓഥറിൻ്റെ 2-3 ഉപന്യാസങ്ങൾ, നോവൽ എഴുതുക, ഒരു 4 ഷോർട്ട് സ്റ്റോറി എഴുതുക എന്ന് പറഞ്ഞ് ചോദിക്കും. അദ്ദേഹത്തിൻ്റെ ശൈലി, ഭാഷാ ശൈലി വിശദമാക്കുക എന്ന് പറഞ്ഞൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പാഠത്തിനോടൊപ്പം തന്നെ ആ ലേഖകനും അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. സദ്ഗതി എന്നാണ് ഷോർട്ട് സ്റ്റോറിയുടെ പേര്. അത് എഴുതിയത് ഹിന്ദിയിലെ മഹാനായ എഴുത്തുകാരൻ, നോവലിസ്റ്റ്, ചെറുകഥാകൃത്തൊക്കെയായ പ്രേംചന്ദാണ് ഈ ഷോർട്ട് സ്റ്റോറി എഴുതിയത്. സദ്ഗതി. സദ്ഗതി എന്ന് പറയുന്ന ഹിന്ദി വേർഡിൻ്റെ മീനിങ് മോക്ഷമെന്നാണ്. മോക്ഷമെന്ന് പറയുന്ന വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. മോക്ഷമെന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിന് ശാന്തി ലഭിക്കുക എന്നാണ് മോക്ഷത്തിൻ്റെ മീനിങ്. സദ്ഗതി എന്ന തൻ്റെ ഈ ചെറുകഥയിലൂടെ പ്രേംചന്ദ് ചർച്ച ചെയ്യുന്നത് സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള അച്യുതായ, ദാറ്റ് മീൻസ് അൺടച്ചബിൾ ആയിട്ടുള്ള ചമാർ എന്ന ജാതിയിൽപ്പെട്ട ദുഃഖി എന്ന ഒരു വ്യക്തിയുടെ കഥയാണ് സദ്ഗതി എന്ന ഷോർട്ട് സ്റ്റോറിയിലൂടെ പ്രേംചന്ദ് പങ്കുവയ്ക്കുന്നത്. നമുക്ക് നമ്മുടെ ഷോർട്ട് സ്റ്റോറി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രേംചന്ദിനെ പറ്റി പഠിക്കാം. ഓക്കെ, कलम का सिपाही नाम से मशहूर हिंदी के महान कथाकार एवं उपन्यास सम्राट प्रेमचंद का जन्म वाराणसी के पास लम्ही नामक गांव में एक साधारण परिवार में 31 जुलाई 1880 को हुआ था. अफवाहग्रस्त परिवार में जन्म प्रेमचंद का नाम उनके माँ बाप ने धनपत राय रखा था. साहित्यिक जीवन में उन्होंने पहले नवाब राय के नाम से लिखना शुरू किया था. उनकी पहली कहानी संसार का अनमोल रत्न 1900 जात में ज़माना पत्रिका में प्रकाशित हुई और उनका अंतिम उपन्यास गोदान 1936 में प्रकाशित हुआ, जो अनेक भाषाओं में अनुदित हुआ. कलम का सिपाही
ഉപന്യാസ് സാമ്രാട്ട് ഹിന്ദിയിലെ മഹാനായ കഥാകാരനായ പ്രേംചന്ദിൻ്റെ ജനനം 1880 ജൂലൈ 31 വാരണാസിക്ക് സമീപം ലമഹി എന്ന ഗ്രാമത്തിലെ സാധാരണ ഒരു കുടുംബത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല പേര് ധനപത് റായ് എന്നായിരുന്നു. നവാബ് റായ് എന്ന തൂലികാ നാമത്തിലാണ് അദ്ദേഹം തൻ്റെ സാഹിത്യ ജീവിതം ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യ കഥ സൻസാർ കാ അൻമോൾ രത്ന 1907 ജമാന പത്രികയിൽ അച്ചടിച്ചു വന്നു. 1936 പ്രസിദ്ധീകരിച്ച ഗോദാൻ എന്ന നോവൽ അനേകം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. प्रेमचंद ने हिंदी कथा साहित्य को नई दिशा प्रदान की. उनसे पहले हिंदी का कथा साहित्य केवल कल्पना और मनोरंजन की दुनिया में विचर रहा था. उसे यथार्थ जीवन की ठोस धरती पर खड़ा करने का श्रेय प्रेमचंद को है. ഹിന്ദി കഥാസാഹിത്യത്തിന് പുതിയൊരു ദിശാബോധം നൽകിയ എഴുത്തുകാരനാണ് പ്രേംചന്ദ്. അദ്ദേഹത്തിന് മുമ്പ് ഹിന്ദി കഥാസാഹിത്യം വെറും കൽപ്പനാധിഷ്ഠിതവും വിനോദ ഉപാധിയും മാത്രമായിരുന്നു. അതിനെ ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ ഉറച്ച അടിസ്ഥാനത്തിൽ പടുത്തുയർത്തിയതിൻ്റെ യശസ് പൂർണ്ണമായും പ്രേംചന്ദിന് തന്നെയാണ്. उन्होंने भारत के ग्रामीण दरिद्र किसानों और मजदूरों के जीवन का जीता जागता चित्र अपनी रचनाओं में अंकित किया है. उनका कथा साहित्य समूचे उत्तर भारत के जनजीवन का प्रतिनिधित्व करता है. उनके उपन्यास और कहानियों के अध्ययन से उत्तर भारत के जनजीवन का यथार्थ स्वरूप जाना जा सकता है. ഭാരതത്തിലെ പാവപ്പെട്ട കൃഷിക്കാരൻ്റെയും തൊഴിലാളികളുടെയും ജീവിത സ്പന്ദനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണാൻ സാധിക്കും. ഉത്തരേന്ത്യൻ ജീവിതത്തിൻ്റെ ആകമാന പ്രതിഫലനം അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ദർശിക്കാം. അദ്ദേഹത്തിൻ്റെ നോവലുകളും ചെറുകഥകളും ഉത്തരേന്ത്യൻ സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ശരി പകർപ്പാണ്. चौंबड़ी से महल तक, अमीरों से कृषकों तक, पंचायतों से दारा सफा तक, साधारण मजदूरों से शासक वर्ग तक, समाज के सभी स्तरों के आजा विचार रहन सहन एवं व्यवहार का परिचय उनके साहित्य से मिलता है. हिंदी कथा साहित्य को प्रेमचंद ने ही विश्व कथा साहित्य के स्तर तक पहुंचाया. കുടിലുകളോ കൊട്ടാരങ്ങളോ ധനികനോ ദരിദ്രനോ കർഷകനോ പഞ്ചായത്തോ നിയമനിർമ്മാണ സഭകളോ പാവപ്പെട്ട തൊഴിലാളികളോ ഉന്നത ഭരണവർഗമോ എന്തുമാകട്ടെ ഒരു വ്യത്യാസവുമില്ലാതെ ഇതുപോലുള്ള എല്ലാ മേഖലകളും അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഹിന്ദി കഥാസാഹിത്യത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയ സാഹിത്യകാരനാണ് പ്രേംചന്ദ്. ഇനി നമുക്ക് പ്രേംചന്ദിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ നോക്കാം. അദ്ദേഹത്തിൻ്റെ ഉപന്യാസത്തിൽ പ്രധാനപ്പെട്ടവയാണ് സേവാസദൻ, നിർമ്മല, ഗബൻ, കർമ്മഭൂമി, രംഗഭൂമി, കായാകൽപ്പ്, ഗോദാൻ തുടങ്ങിയവ. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കഹാനികൾ എടുക്കുകയാണെങ്കിൽ കഫൻ, ജുർമാന, ഠാക്കൂർ കാ കുവ, പരീക്ഷ, പഞ്ച് പരമേശ്വർ ഇതെല്ലാം പ്രധാനപ്പെട്ട കഹാനികളാണ്. പ്രേംചന്ദിൻ്റെ കഥാസംഗ്രഹമാണ് മാനസരോവർ. അതിൻ്റെ 8 പാർട്ടുണ്ട്. ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ പ്രേംചന്ദിനെ കുറിച്ചുള്ള ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.